എല്ലാവർക്കും കുക്ക് വിത്ത് സോഫിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ട്രഡീഷണൽ വിഭവമായ പിടിയാണ് ഉണ്ടാക്കുന്നത്. ഇത് പലതരത്തിൽ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. ഞാൻ ഇന്ന് മധുരമുള്ള ഒരു ഗോതമ്പ് പിടിയാണ് ഉണ്ടാക്കുന്നത്. ഇത് ഏത് പ്രായക്കാർക്കും എല്ലാവർക്കും എപ്പോഴും കഴിക്കാൻ പറ്റിയ ഒന്നാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വേണേലും ഇത് കഴിക്കാം. മധുരമുള്ളത് കൊണ്ട് കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒന്നാണിത്. അരിപ്പൊടി കൊണ്ട് പിടി ഉണ്ടാക്കാറുണ്ട്. അത് ചിക്കൻ കറി കൂട്ടിയാണ് മിക്കവാറും കഴിക്കാറുള്ളത്. ഇത് ഉണ്ടാക്കാനായിട്ട് അധികം സമയമൊന്നും വേണ്ട. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഈ മധുരമുള്ള ഗോതമ്പ് പിടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും അതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്നും നമുക്കൊന്ന് കാണാം. ഇതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 250 ml കപ്പിന് 1 കപ്പ് ഗോതമ്പ് പൊടിയും അതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയും കൂടെ എടുത്തിട്ടുണ്ട്. ഈ 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി നമുക്ക് വറുത്ത് കഴിഞ്ഞ് മാറ്റി വെക്കാനുള്ളതാണ്. 5 ടേബിൾ സ്പൂൺ ശർക്കര ചീകിയത്. ഇത് ഒരു മീഡിയം മധുരമേ ഉള്ളൂ. അധികം മധുരം വേണമെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണും കൂടെ എടുക്കണം. 1.5 കപ്പ് തേങ്ങാപ്പാൽ. ഇത് 1-ാം പാലും അല്ല 2-ാം പാലും അല്ലാത്ത വിധത്തിലുള്ള പാല്. ഒരു മീഡിയം തേങ്ങയുടെ 1 മുറി തേങ്ങയിൽ നിന്ന് 1.5 കപ്പ് വെള്ളം ഒഴിച്ച് പിഴിഞ്ഞെടുത്ത പാല്. ഉപ്പ് ആവശ്യത്തിന്, 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, വെള്ളം. ആദ്യം നമുക്ക് ശർക്കരയൊന്ന് ഉരുക്കിയെടുക്കാം. അതിന് ഞാനിവിടെ അടുപ്പ് കത്തിച്ചിട്ടുണ്ട്, ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർക്കാം. ഈ ശർക്കര ഉരുകി വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഗോതമ്പ് പൊടി ഒന്ന് ചെറുതായിട്ട് വറുത്തെടുക്കണം. നന്നായിട്ട് നമ്മൾ പുട്ടിനൊക്കെ വറക്കുന്ന പോലെ വറക്കണ്ട. ഒരു ചെറു തീയിൽ വെച്ച് തന്നെ ഇതൊന്ന്, ഇതിൻ്റെ കളറ് മാറണ്ട, മണമൊന്നും മാറണ്ട, ഒന്ന് മൊരിഞ്ഞ് വന്നാൽ മതി. ഒരു 3 മിനിറ്റൊക്കെ ചെറു തീയിൽ വെച്ചൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി. തീ കൂട്ടി വെച്ച് കരിഞ്ഞു പോകരുത്. ഇത് ഏകദേശം ഒരു 3 മിനിറ്റോളം ആയിട്ടുണ്ട്. പൊടി നല്ലവണ്ണം ചൂടായി. അത്രയും മതി. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഒരല്പസമയം കൂടെ ഈ പൊടിയൊന്ന് ഇളക്കി കൊടുക്കണം. പൊടി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിൽ നിന്ന് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ പൊടി മാറ്റി വെക്കാം. ഇനി നമുക്കിതിൽ ആവശ്യമുള്ള വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം. തിളച്ച വെള്ളത്തിലാണ് ഇത് കുഴച്ചെടുക്കുന്നത്. ഞാനൊരു 1.25 കപ്പ് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അതിനാവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് കുറച്ച് ഉപ്പിടാം. അത് തിളച്ച് വരുമ്പോൾ നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. വെള്ളം തിളയ്ക്കാറായി. അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്തോട്ട് എണ്ണ ഒഴിക്കില്ല, അതുപോലെ തന്നെയുള്ളൂ. ഇത് അധികം ഒട്ടിപ്പിടിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് എണ്ണ ഇതിനകത്ത് ഒഴിച്ചത്. ഇപ്പം വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. തിളച്ച വെള്ളം നമുക്ക് കുറേശ്ശെ ഈ പൊടിയിലേക്ക് ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കാം. ഇത് ചപ്പാത്തിയേക്കാളും അല്പം കൂടെ അയവിൽ വേണം കുഴച്ചെടുക്കാനായിട്ട്. കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴയ്ക്കണം. ഒന്നിച്ച് വെള്ളം ഒഴിച്ചാൽ നമുക്കതിൻ്റെ പരുവ് അറിയത്തില്ലല്ലോ, വെള്ളം കൂടിപ്പോയോ എങ്ങനെയാണെന്നറിയത്തില്ലല്ലോ. പിന്നെ ഈ എല്ലാ ഗോതമ്പ് മാവിനും ഒരുപോലെയല്ല വെള്ളം വേണ്ടിയത്. പല ബ്രാൻഡിനും പലതരത്തിലുള്ള വെള്ളമാണ് വേണ്ടിയത്. പല അളവിലുള്ള വെള്ളം വേണം. ഒരല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഇതിനകത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഒന്ന് ചൂടാറാനായിട്ട് വെക്കാം. ഇനി നമുക്ക് ഇതൊന്ന് കൈകൊണ്ട് കുഴയ്ക്കാം. ഇപ്പോഴും ഇതിന് ചെറു ചൂടുണ്ട്. കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ചെറു ചൂട് തന്നെ കുഴയ്ക്കുന്നതാണ് നല്ലത്. നല്ല മയത്തിൽ ഒരു 3-4 മിനിറ്റ് ഇങ്ങനെ കൈയുടെ ഈ ഭാഗം വെച്ച് തന്നെ ഒന്ന് ഇങ്ങനെ കുഴച്ചെടുക്കണം.
അങ്ങനെ കൈയുടെ ഇവിടെ കൊണ്ട് കുഴച്ചെങ്കിലേ ഇതിന് ഒരു നല്ല മയം വരുള്ളൂ. ഇപ്പോൾ ഇതൊരു 4 മിനിറ്റോളം ഞാനിങ്ങനെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പം നല്ല സോഫ്റ്റാണ്. ചപ്പാത്തി മാവിലും അല്പം കൂടെ ലൂസായിട്ട് വേണം ഇതൊന്ന് കുഴച്ചെടുക്കാൻ. എന്നാൽ ഒത്തിരി ലൂസായിപ്പോയി നമ്മുടെ കയ്യിൽ ഒട്ടിയും പിടിക്കരുത്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. നമ്മളിതൊരു 10 മിനിറ്റ് മൂടി വെച്ചിരുന്ന് ഇനി ഒന്ന് നോക്കാം. ഇനി നമുക്കിത് ചെറിയ ബോളുകളായിട്ട് ഉരുട്ടി വെക്കാം. ഇതുപോലെ എടുത്ത് ഇത് കയ്യിൽ അങ്ങനെ ഒട്ടിപ്പിടിക്കുകയല്ല. ഒട്ടിപ്പിടിക്കുമെന്നുണ്ടെങ്കിൽ അല്പം എണ്ണ തൂത്ത് കൊടുക്കണം. ഇതുപോലെ ഒത്തിരി വലിയ ബോൾ വേണ്ട, ഇതുപോലെ ചെറുതായിട്ട് മതി. നമുക്കിത് മുഴുവൻ ഇങ്ങനെ ചെയ്യാം. ഇതുപോലെ എല്ലാം ചെറിയ ഉരുളകളായി ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോൾസ് എല്ലാം ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വെള്ളം തിളയ്ക്കാൻ തുടങ്ങി. ഇനി നമുക്കതിലേക്ക് ഈ ബോൾസ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ എല്ലാ ബോൾസും ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്കും തീ കുറച്ചിട്ട് കൊടുക്കണം. ഇപ്പോൾ ഈ പിടി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തീ കുറച്ചിട്ട് മൂടി വെച്ച് കൊടുക്കാം. ഇത് ഗോതമ്പ് പിടിക്ക് അല്പം വേവ് കൂടുതലുള്ളതുകൊണ്ടാണ് തീ കുറച്ചിട്ട് വേഗം വെക്കുന്നത്. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് നമ്മൾ ചെറു തീയിലിട്ട് അടച്ച് വെച്ചിട്ട് 5 മിനിറ്റായി. ഇടയ്ക്ക് ഞാൻ 1-2 പ്രാവശ്യം ഒന്ന് തുറന്ന് നോക്കിയായിരുന്നു. ഇനി ഇത് വെന്തോന്നൊന്ന് നോക്കണം. ഒരു സ്പൂണിലെടുത്തിട്ട് കൈ കൊണ്ടൊന്ന് ഉടച്ച് നോക്കണം. ഇത് വെന്തിട്ടുണ്ട്, നന്നായിട്ട് പതുങ്ങി പോകുന്നുണ്ട്. ഇത് വേകുന്നതിൻ്റെ മുമ്പ് ഇതിനകത്ത് ശർക്കര ചേർക്കരുത്. ശർക്കര ചേർത്താൽ പിന്നെ ഇത് വേകുകയല്ല, അങ്ങനെ കല്ലച്ച് കിടക്കുകയുള്ളൂ. അതുകൊണ്ട് നന്നായിട്ട് വെന്ത് കഴിഞ്ഞ് ഇതിൻ്റെ അകത്തിന് ശർക്കര ചേർക്കാവുള്ളൂ. ഇനി നമുക്കിതിനകത്തോട്ട് ഇന്ന് ശർക്കര ഒന്ന് അരിച്ച് ചേർക്കാം. ശർക്കരയ്ക്കകത്ത് എന്തെങ്കിലും അഴുക്കൊക്കെ കാണും, അതുകൊണ്ടാണ് ഇത് അരിച്ച് ഒഴിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഏലക്കാപ്പൊടി ചേർക്കാം. ഇത് ഒന്ന് നന്നായിട്ട് തിളക്കണം. തീ ഒരല്പം ഒന്ന് കൂട്ടി കൊടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കണം. ഇപ്പോൾ ശർക്കര ഒഴിച്ച് കഴിഞ്ഞ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 2 ടേബിൾ സ്പൂൺ പൊടി നമ്മൾ എടുത്ത് വെച്ചിരുന്നല്ലോ വറുത്തപ്പോഴത്തേക്കും, അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ചേർത്ത് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം. അല്പം കൂടെ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കണം. ഇതിന് കണക്കൊന്നുമില്ല തേങ്ങാപ്പാൽ എന്തോരം ഒഴിക്കണമെന്ന്. നമുക്ക് ഇത് നന്നായിട്ടൊന്ന് കട്ടയില്ലാതെ കലങ്ങുന്നത് പോലെ പാൽ ഒഴിച്ചൊന്ന് കലക്കിയെടുക്കുക. വെള്ളം ആയാലും മതി, എന്നാലും തേങ്ങാപ്പാൽ ഒഴിക്കുന്നതാണ് അതിനൊരു കൂടുതൽ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയേക്കുന്നത്. നന്നായിട്ട് ഈ ബോൾസൊക്കെ നന്നായിട്ട് വെന്തതിന് ശേഷമേ ഇങ്ങനെ ഈ പൊടിയൊക്കെ കലക്കി ഒഴിക്കാവുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ അത് അടിയിൽ പിടിക്കും, വേഗിയല്ലാതെയൊക്കെ വരും. അപ്പോൾ ഇത് നന്നായിട്ട് കലങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് ആ ബോൾ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇനി തീ കുറച്ചിട്ട് കൊടുക്കണം. ഇത് ഈ പൊടിയും കൂടെ ചെന്നപ്പോൾ നന്നായിട്ട് കുറുകി വരും. അന്നേരത്തേക്ക് അടിക്ക് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടായാൽ മതി, തിളക്കണ്ട.
നല്ല കറുത്ത ശർക്കര ആയിരുന്നുകൊണ്ടാണ് ഇത്രയും കളർ വന്നത്. വെളുത്ത ശർക്കരയാണെങ്കിൽ ഇത് ഇത്രയും കളർ വരികയില്ല. നമ്മുടെ കയ്യിലുള്ളതുപോലെ ശർക്കര ചേർത്താൽ മതി. ഏത് കളറാണാകണമെന്നൊന്നുമില്ല. ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനാണ് ഉപ്പ് ചേർക്കുന്നത്. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ചൂടായി. അങ്ങനെ ചൂടായാൽ മതി. ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മുടെ മധുരമുള്ള ഗോതമ്പ് പാൽപ്പിടി റെഡിയായി. ഇനി നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യണം. നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.